സോ ഗായ്സ് വി ആർ ഗോയിങ് ടു ഡണ്ടലി ഗോകർണ ഹംപി. അപ്പോൾ ഇവിടുന്ന് മുതൽ വ്ളോഗ് സ്റ്റാർട്ടാവാണ്. അപ്പോൾ ഇനി എല്ലാ വിശേഷങ്ങളും ഇതിൽ കാണാം. അപ്പോൾ ഞങ്ങളിങ്ങനെ ഹൈവേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വാണിയമ്പലത്താനായി ഞങ്ങളിപ്പം ഞങ്ങളെ കോർഡിനേറ്റർ കാണിച്ചിരുന്നു. അടുത്ത സുൽഫി, ഡ്രൈവർ സുൽഫിക്ക. അത് കോ ഡ്രൈവർ അഖിൽ. ഓക്കെ, എല്ലാരും കണ്ടില്ല. ഇനി ബാക്കിൽ കാണിച്ചു തരാം. അപ്പൊ ഈ വാക്കിലെ വിശേഷങ്ങളൊക്കെ അങ്ങോട്ട് കാണാം. പാട്ട് പോയരാ. അപ്പൊ ഗായ്സ് ഞങ്ങളിങ്ങനെ ഇവിടെ എത്തി, ശാന്തി എത്തി. ശാന്തി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാണ്. പറയട്ടെ, ഞാൻ പറയാനുള്ളത് ഒരു കൂട്ടം യുവാക്കളും അന്തല്ലാത്തൊരു പാക്കേജറും. അതെ, പാക്കേജർ. അപ്പൊ അങ്ങനെ പോയിക്കൊണ്ടിരുന്നേ. ശാന്തി കഴിഞ്ഞു. സ്ഥാപിക്കുന്ന നാടായ അത്താണിക്കലെത്താനായി. അത്തക്കുറി എത്താനായി. എവിടെ അംബ്രോസ്? Yes, we are going to go. അതെ, 3 കൊല്ലത്തിന് ശേഷം ഒരു മാസം ഉണ്ടായപ്പോ കോളേജ് കഴിയാൻ 1 മാസം ബാക്കി നിൽക്കെ ഞങ്ങൾ പോയി. അപ്പൊ പാക്കേജർ വക നമുക്ക് മധുരണ്ട്. ഇപ്പം പറഞ്ഞു തീർക്കോ? ഇപ്പൊ പറഞ്ഞിരുന്ന മധുരല്ലേ, മഞ്ചില്ലേ? അമ്പട്ടൻ എന്താ പ്രശ്നം പറയും? എന്താ പ്രശ്നം വെച്ചാൽ നമ്മളെ മൈക്കിന്റെ പാട്ടിന്റെ സ്വിച്ച് തമ്മിൽ നമുക്ക് അറിയാത്തൊരു പ്രശ്നം ഉണ്ട്. അപ്പോൾ അത് നമ്മൾ കണ്ടെത്തിക്കൊണ്ട് നമ്മളിപ്പോൾ ഇന്നലെ വണ്ടി വർക്ക് ചെയ്ത് വരികയാണ്. നമ്മള് എവിടെ നമ്മൾ വർക്ക് ചെയ്ത് ബർമാസിനാണ് നമ്മൾ വർക്ക് ചെയ്തത്. ഇന്നലെ ചെയ്ത വർക്കാണ്. അപ്പം അതിൻ്റെതായ സെറ്റിങ്സ് നമുക്കിന്ന് കാണാം. എന്തായി പറഞ്ഞോ? അപ്പൊ ഞങ്ങളിവിടെ ശാന്തി കഴിഞ്ഞു. അത്തക്കുറി എത്താനായി. സംബ്രാസിലെ തറവാട് ഇവിടുന്ന് കാണാൻ പറ്റില്ലല്ലോ. അപ്പൊ പാക്കേജർ അമ്പട്ട നമുക്ക് വേണ്ടി സംസാരിക്കുന്നതാണ്. വർക്ക് ചെയ്യാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഞങ്ങൾ എല്ലാവരെയും ബിലാൽ വെക്കേഷന്റെ പേര് സ്വാഗതം ചെയ്യാണ്. പിന്നെ നമ്മള് ഓൾറെഡി ലേറ്റ് ആണ്. അപ്പോ നമ്മള് ഏകദേശം നാളൊരു 7 മണിയാണ്. 2:30 ഇറങ്ങിയാൽ തന്നെ 7 മണിക്കുള്ളൂ ഹംപിയിലെത്തുക. എന്നാലും മാക്സിമം നമ്മൾ ശ്രമിക്കാം. ഒരു 8 മണിന്റെ ഉള്ളിൽ എത്താൻ നോക്കാം. പിന്നെ എല്ലാവരോടും പറയാനുള്ളത്, നമ്മള് കർണാടകയ്ക്കാണ് പോണത്. നമ്മള് മലബാർ ഏരിയയിലുള്ളവരാണ്. നമുക്ക് ഫുഡ് ഒരു മെയിൻ പ്രശ്നമായി കാരണം. എന്നിരുന്നാലും അവിടെ കിട്ടാവുന്നതിൽ ഏറ്റവും ബെറ്റർ ഫുഡ് ഇങ്ങനെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. പിന്നെ എല്ലാവരും മാക്സിമം ട്രിപ്പ് എൻജോയ് ചെയ്യുക. നിങ്ങള് കുറെ പരാതികൾ ഞാൻ ഇന്നലെയും മിന്നാന്നൊക്കെ ആയിട്ട് കേൾക്കുന്നുണ്ട് നിങ്ങളെ ഭാഗത്തുനിന്ന്. അപ്പോൾ എല്ലാവരും അതൊന്നും നോക്കാം. നമ്മൾ തേർഡ് ഇയറാണ്, ലാസ്റ്റ് ട്രിപ്പാണ്. ഇതൊരു ബെസ്റ്റ് മൊമെന്റ് ആയി തീർക്കുക. എല്ലാവരും എൻജോയ് ചെയ്യുക. പിന്നെ ടൈമിങ്ങിന്റെ കാര്യം എല്ലാവരും സപ്പോർട്ട് ചെയ്താലുള്ളൂ ട്രിപ്പ് സക്സസ് ആവുള്ളൂ. എല്ലാവരുടെ ഭാഗത്തുനിന്ന് സപ്പോർട്ട് ഉണ്ടാവണം. ഒരു ടൈം പറഞ്ഞ ആ ടൈമിന് കറക്റ്റ് എല്ലാവരും അത് നോക്കുക. പിന്നെ സജു അപ്പോ നമുക്ക് വേണ്ടി
എടുക്കണ സാബുലേ മിറർ കണ്ടില്ല. ലാസ്റ്റ് ലാസ്റ്റ് എല്ലാവർക്കും മധുര കൊടുക്ക് കൊടുക്ക് ഇൻകോ എന്തായാലും നടക്കണില്ല, നടപടി ആവണില്ല. എന്നാ ഞാനൊന്നും അവിടെ കെട്ടിയിട്ട് വരാന്ന് വിചാരിച്ചു എന്ന് പറഞ്ഞിട്ടാണ് കെട്ടാൻ പോയത്. എന്തായാലും ഷറാട്ടെ ട്രിപ്പ് നമ്മള് അടിച്ചു പൊളിക്കും അല്ലേ? അത്രേ ഉള്ളൂ. എന്നാ ശരി, ഞാൻ നിങ്ങളെ ക്ലാസ്സിൽ ഫസ്റ്റ് വന്നപ്പോ പറഞ്ഞ കാര്യം എന്താ ഓർമ്മ ഉണ്ടോ? എന്താ? പൈസ ഉണ്ടാക്കിട്ട് പോവില്ല, പോണം ട്രിപ്പ് പോണം. ട്രിപ്പ് പോവാ, മാക്സിമം യാത്രകൾ ചെയ്യാ, ജീവിതം ആസ്വദിക്കുക, കഴിയുന്നത്ര യാത്രകൾ ചെയ്യാ, ഒരുപാട് ഓർമ്മകൾ ഉണ്ടാക്കാം. അതുപോലെ ഒരുപാട് ഓർമ്മകൾ ഉണ്ടാക്കുന്ന നല്ല എന്താ പറയാ എപ്പോഴും ഓർക്കാൻ പറ്റിയ ഒരു ട്രിപ്പായി മാറട്ടെ എന്ന് ആശംസിക്കുകയാണ്. ലെറ്റ്സ് ഡു ദിസ്. അപ്പോ ഞങ്ങളിവിടെ താമരശ്ശേരി അല്ല സോറി നാട് കാണിച്ചുരം എത്തിയിട്ടുണ്ട്. നാട് കാണിച്ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ്. വൈകാതെ തമിഴ്നാട് എത്തും. തമിഴ്നാടെത്തി കർണാടക കഴിഞ്ഞാൽ എവിടെ എത്തും അറിയില്ല. പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോ. അപ്പോ അവിടെ ഇനി തമിഴ്നാട് എത്തിയിട്ട് കാണാം. ചുരം കയറിക്കൊണ്ടിരിക്കാം. അപ്പൊ ഞങ്ങളിവിടെ ചായ കുടിക്കാൻ വേണ്ടിയാണ്ട് നിർത്താൻ പോവാണ്. ചായ ആർക്കൊക്കെ വേണം? ചായ വേണോ? റബീന്റെ വകയല്ല, ചായ സ്റ്റോപ്പ്. അപ്പൊ ഞങ്ങളിങ്ങനെ തമിഴ്നാട് ചെക്ക് പോസ്റ്റ് എത്താനായിക്കണേ. തമിഴ്നാട്ടിലേക്ക് കടക്കണമൊന്നുമില്ല, ഇങ്ങനെ ബസ് ഓട്ടിക്കാണ്ട് ഒരു കൊണ്ട് നമ്മളോട് നിൽക്കണം. ബസ് ഓട്ടിക്കൊണ്ട് പോകും. തമിഴ്നാട് എത്തിക്കണേ, ബോർഡർ എത്തിയില്ലല്ലോ, ചെക്ക് പോസ്റ്റ് എത്തിയില്ല. അപ്പോ അതെ ഞങ്ങള് ആര് മെർഷന്റെ ബ്ലോഗ് കാണുന്നു പറഞ്ഞ്. അപ്പൊ ബാംഗ്ലൂരിലുള്ള മിർഷ കാണണം. മിർഷ ഇല്ലാത്തത് കൊണ്ട് ഒരു വ്യക്തിയാണ് സങ്കടപ്പെട്ടിരിക്കുന്നത്. ആ വ്യക്തിയെ കാണിച്ചരാ. മിർഷ ഇല്ലാത്തോണ്ട് മാത്രം. ബാംഗ്ലൂരാണ്. അപ്പൊ ഓളെവിടെ? അതിന്റെ ഒരു സങ്കടത്തിലാണ് സാബിലൂടെ ഇരിക്കുന്നത്. അതേമാതിരി നമുക്ക് കോർഡിനേറ്ററോടും സംസാരിക്കാം. എന്താണ്? ഒന്നുമില്ല, ട്രിപ്പ് പോയല്ലോ. അതെ, അങ്ങനെ ലോറിയാണ്. അതൊക്കെ ലോറി കാണിച്ചു തരുന്നതാണ്. ഇത്ര ആൾക്കാർ ടൂർ ആസ്വദിക്കുമ്പോ റിദാനൊന്ന് പോയി കാണിച്ചു കൊടുക്കാം. റിദാനെ കാണിച്ചു തരാം. ഞങ്ങൾ ഗോകർണ ഡണ്ടലി ഹംപി. അപ്പൊ ഞങ്ങൾ അവിടെ എത്തിയിട്ട് ഞങ്ങള് കൊറേ പർച്ചേസിംഗും കാര്യങ്ങളൊക്കെ അവിടെ ചർച്ചുണ്ട്, അവിടെ പ്രാർത്ഥിക്കാൻ കയറുന്നുണ്ട്. അല്ല, റിത മെസ്സേജ് അയക്കാണ് കുട്ടിക്കാരനായിട്ടാണ് ഞാൻ അങ്ങോട്ട് എത്തിയത്. റിതാൻ കുട്ടിക്ക് മെസ്സേജ് അയക്കല്ല, അവിടെ കിടക്കാണ്. കുറച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ മെസ്സേജ് ഫോണേക്ക് വരുന്നുണ്ട്. ഇതൊന്ന്
ഞാൻ അറിഞ്ഞിട്ടില്ല. ആരോപണങ്ങൾ മാത്രം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. പരിഗണിക്കാം അടുത്ത വാർത്താ യോഗത്തിൽ. അപ്പൊ അടുത്ത കുറച്ച് കഴിഞ്ഞാൽ ഞാൻ വരുന്നതായിരിക്കും. റിദാന്റെ കുളിച്ചില് അപ്പൊ ഞങ്ങളിവിടെ ചെക്ക് പോസ്റ്റിൽ എത്തിയിട്ടുണ്ട്. ഞാൻ ചെല്ലണോ? ഓടാടുന്നു ചർച്ച് RTO ചെക്ക് പോസ്റ്റ് എത്തിയിട്ടുണ്ട്. ായി മാറി നൊമ്പരം പൂരിതളാ
കണ്ടാൽ കൊതിയുണ്ട്.
അങ്ങനെ ഒരു അക്ഷരമല്ല മലയാളത്തില്. അതൊന്നുമില്ല, ഉച്ചാരണം ഒന്നാ മതി. നബിതൻ സഹചരെ അണിയായി നിർത്തി. നീ എന്റേതല്ലേ ഞാൻ നിന്റേതല്ലേ നീ മാനത്തെ സുന്ദരിയായ മോളുണ്ട് കൂട്ടിനായി പറക്കും തളിക മനുഷ്യനെ കടക്കും തളിക. തട്ടമിടേ തന്നകിനാവിന് കമ്മലിടേ അരിമല കൊലകളിലെ സൂര്യനിടെ. അപ്പൊ ഗായ്സ് ഞങ്ങളിപ്പോ ഇങ്ങനെ നിർത്തിയിട്ട് ഇവിടെ ഒരു ഹോട്ടലിന്റെ പേരെന്താ ആ ശ്രീ വിനായക ഹോട്ടലിൽ ഞങ്ങൾ നിർത്തിയേക്കാണ്. അതെ. അപ്പൊ എല്ലാവർക്കും ഇന്റെ റബീഖിനെ മേടിച്ചു തരും കേട്ടോ. ഇതാക്കണേ ശ്രീനാരായണ ഹോട്ടലിലാണ്. ഈ നാട്ടിലത്തെ ഒരു അണ്ണനെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ ഇവിടെ ഇങ്ങനെ ഒരു കാട്ടിന്റെ ഉള്ളിൽ ആകെ ഒരു ഹോട്ടലാണ് കിട്ടിയിട്ടുള്ളത്. അവിടെ ഞങ്ങൾ ചോറം കാണാൻ ആകെ ഒരു ഹോട്ടൽ മാത്രമല്ല സമ്മതിച്ചിട്ട് ഇവിടെ നിൽക്കണേ കാട്ടിന്റെ ഉള്ളിൽ. അപ്പൊ ഞങ്ങൾ നേരെ ഫുഡാണെന്ന് നമുക്ക് കണ്ടറിയാം. ചപ്പാത്തിന്റെ പൊറോട്ട ഉണ്ട്, നെയ്ച്ചോറുണ്ട്. അപ്പൊ ഞങ്ങള് ഒരു മണിക്കൂറാണ് ആകത്തെന്ന് അനുവദിച്ച ടൈം ഇവിടെ. അപ്പൊ ഫുഡ് കഴിക്കുക. അവിടെ എത്തിയിട്ട് ഞാൻ ഫുഡ് കാണിച്ചു തരാം. അതിന് ടോയ്ലറ്റിലൊക്കെ പോകണം. ടോയ്ലറ്റൊക്കെ പോയിട്ട് ഫ്രഷ് അപ്പ് ആയിട്ട് ഇതാക്കണേ. പാക്കേജർ പോണ്. അതെ. യെസ്. അപ്പൊ ബാക്കി അവിടെ തിരികണം. അപ്പൊ ഇപ്പൊ ഹോട്ടലിൽ കയറാൻ പോവാണ്. ഹോട്ടലിൽ നിന്ന് ഇറങ്ങി വരുന്ന ഓരോരുത്തർ ഓരോ കൂട്ടങ്ങളാണ് കാണാൻ പോകുന്നത്. പിന്നെ നമ്മളിപ്പോ കയ്യേക്കണല്ലേ ബാത്റൂം ടോയ്ലറ്റ് എവിടെ കുത്തിറക്കണേ? ഇവിടെ ഒരു മനസ്സിലല്ലോ ഇവിടെ ഒന്നും. ടോയ്ലറ്റിൽ എല്ലാവരും ഉണ്ട്. ഞാൻ കാണിച്ചുതരാം. ടോയ്ലറ്റിൽ എല്ലാവരും ഉണ്ട്. ടോയ്ലറ്റിൽ നിന്ന് ഇറങ്ങി വരുന്നവർ വ്ലോഗിലുണ്ടാവും. വ്ലോഗിലുണ്ടാവും. വലിയൊരു സൗണ്ട് ആക്കിയിട്ടുണ്ട്. കോപ്പിറൈറ്റ് ഇട്ടോ. അപ്പൊ നമ്മള് ഫുഡ് കഴിക്കാൻ പോട്ടെ. മൂത്രയ്ക്കാൻ പോയിട്ടുണ്ട്. ഇവിടെ എന്ന് വെച്ചാൽ
കാണട്ടെ 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 അപ്പൊ ഗായ്സ് ഞങ്ങളിങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് നിർത്തിയതാണ്. ഷാമിൽ, അഫ്ലെ, എല്ലാരും ഉണ്ട്. ഒരു പൊറാട്ടയ്ക്ക് 20 റുപ്യ ഇവിടെ വരാൻ പോകുന്നു. ചുമ്മാ ചുമ്മാ ലോക്കല്ലേ. വെള്ളം പൊട്ടിച്ച 40 റുപ്യ. ഓക്കെ, അപ്പൊ കാണാം. ഫുഡ് എന്നിട്ട് കാണാം. ട്രാൻസിഷൻ എടുത്തരാം. അങ്ങനെ പറ്റൂലല്ലോ ട്രാൻസിഷൻ. അയ്യോ ഇതാ കണ്ടോ, ഫുഡ് ഇപ്പം വരും. അപ്പോൾ ബാക്കി ഇനി പിന്നെ നാളെ മറ്റന്നാളെ കഴിഞ്ഞിട്ട് എന്നാ അറിയില്ല. ഇതിൻ്റെ പിന്നാലെ ഇത് കുറേ നേരമായിരിക്കല്ലോ തുടങ്ങിയിട്ട് ഇപ്പോളെ കയ്യിനെ. ഇനി ബാക്കിയുണ്ട്, കുറേ ഉണ്ട് ഇനി. അപ്പം ഇനി പിന്നെ ടാറ്റ ബൈ ബൈ.